ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിൽ വളരെ ചുരുക്കം ചില ഇടങ്ങളിൽ മാത്രം പ്രതിപാദിക്കുന്ന ഒരു കൊച്ചു വിഭാഗമാണ് സാബിക്കുകൾ. സാബിക്ക് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി മുന്നേറിയവൻ എന്നാണ് അർത്ഥം. അസ്സാബിഖൂൻ അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ എന്നാണ് അവരെ കുറിച്ച് ഖുർആൻ പറയുന്നത്. മുന്നേറിയവർ തന്നെയാണ് മുന്നേറിയവർ. അവർ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ സ്വർഗാവകാശികളാണെന്ന് പറഞ്ഞ ശേഷം അവർക്കവിടെ ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളും ചേർത്ത് പറയുന്നുണ്ട് ഖുർആൻ. അതിലുപരി സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ആരായിരിക്കും സ്ഥാനം പിടിക്കുക എന്ന ചോദ്യത്തിന് ഖുർആനിന്റെ മറുപടിയാണ് ഈ മുന്നേറ്റക്കാർ അഥവാ സാബിഖുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുഷ്കാലം കൊണ്ട് നമുക്ക് എങ്ങനെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കും, ആരൊക്കെയാണ് സാബിഖുകൾ എന്നതിനെ കുറിച്ച് പഠിക്കാനും പകർത്താനുമാണ് നാം ശ്രമിക്കേണ്ടത്. പരലോകത്ത് മനുഷ്യനെ മൂന്നായി തിരിക്കുമെന്നത് സൂറത്തുൽ വാഖിയയിലെ സവിശേഷമായ ഒരു പരാമർശമാണ്. ആ മൂന്ന് വിഭാഗത്തിൽ ഒന്ന് വലതുപക്ഷക്കാരും, രണ്ടാമത്തേത് ഇടതുപക്ഷക്കാരും, പിന്നെ മൂന്നാമതായി സാബിഖുകളെയുമാണ് പരാമർശിക്കുന്നത്. അതാണ് ആ മൂന്ന് വിഭാഗം. സ്വർഗാവകാശികളാണ് വലതുപക്ഷക്കാർ, ഇടതുപക്ഷക്കാരോ അവർ നരകാവകാശികൾ. സ്വർഗാവകാശികൾ തന്നെയാണെങ്കിലും സാബിഖുകളെ പ്രത്യേകം എടുത്ത് പരാമർശിച്ചത് അവരുടെ പ്രാധാന്യത്തെയാണ് കുറിക്കുന്നത്. മാത്രവുമല്ല, നാളെ പരലോകത്ത് കത്തിക്കാളുന്ന സൂര്യന് താഴെ ഓരോ ആത്മാവും ആശങ്കയോടെ മുൾമുനകിൽ നിന്ന് വിയർക്കുമ്പോൾ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത് അർശിന്റെ ചുവട്ടിൽ തണൽ ലഭിക്കുന്നവരാണ് സാബിഖുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സാബിഖുകളെ അവതരിപ്പിക്കുന്ന രംഗം അത് വളരെ സുന്ദരമായിട്ടാണ് അത് സൂറത്തുൽ വാഖിയയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇദാ വഖഅത്തിൽ വാഖിഅ, ആ സംഭവം നടന്നു കഴിഞ്ഞാൽ. ഏതാണ് ആ സംഭവം? ഒരു ഘോര ശബ്ദത്തോടെ ഭൂമിയെ മുഴുവൻ നിലം പരിശാക്കുന്ന ആ ഭൂചലനം നടന്നു കഴിഞ്ഞാൽ ലൈസ ലിവഖഅതിഹാ കാദിബ, പിന്നെ അങ്ങനെയൊന്ന് സംഭവിക്കുമെന്നത് നിഷേധിക്കുന്നവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അതിനെ തള്ളിപ്പറയുന്നവരും ഉണ്ടാവില്ല, അതിനെ കളവാക്കുന്നവരും ഉണ്ടാവില്ല. ഖാഫിളത്തുൻ റാഫിഅ, അത് ചിലരെ താഴ്ത്തുന്നതും മറ്റു ചിലരെ ഉയർത്തുന്നതുമാണ്. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ, അപ്പോൾ ഭൂമി കിടുകിട വിറപ്പിച്ചാൽ. വബുസ്സത്തിൽ ജിബാലു ബസ്സ, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമായാൽ. ഫകാനത് ഹബാഅം മുംബസ്സ, അങ്ങനെ അത് പാറിപ്പറക്കുന്ന പൊടിപടലമായി തീർന്നാൽ. വകുന്തും അസ്വാജൻ സലാസ, അന്ന് നിങ്ങൾ മൂന്ന് വിഭാഗമായി തീരും. ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന, വലതുപക്ഷക്കാർ, ആഹാ എന്തായിരിക്കും അന്ന് വലതുപക്ഷക്കാരുടെ അവസ്ഥ. വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ, ഇടതുപക്ഷക്കാർ, ഔ എന്തായിരിക്കും അന്ന് ആ ഇടതുപക്ഷത്തിന്റെ അവസ്ഥ. പിന്നെ പറയുന്നു അസ്സാബിഖൂൻ അസ്സാബിഖൂൻ, പിന്നെ മുന്നേറിയവർ, അവർ അവിടെയും മുൻനിരക്കാർ തന്നെ. സുബ്ഹാനല്ലാഹ്, നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എന്നറിയാതെ ജനം നിന്ന് വിയർക്കുമ്പോൾ ഒരു നായക വേഷത്തിൽ സാബിഖുകൾ മുന്നേറുന്ന രംഗം നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചു നോക്കിയാൽ അതിന്റെ ഭംഗി ഓരോരുത്തർക്കും മനസ്സിലാകുന്നതാണ്. നാം വസിച്ച ഭൂമി കിടുകിട വിറച്ച് പർവ്വതങ്ങളെല്ലാം പാറിപ്പറന്ന് എല്ലാം തകർന്നടിഞ്ഞ് നിരപ്പാക്കപ്പെടുന്ന ഒരു സന്ദർഭം. പലരും അങ്ങനെ സംഭവിക്കില്ലെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ആ സംഭവമാണ് നടന്നു കഴിഞ്ഞത്. ഇനി ആർക്കും ഒന്നും പറയാനോ പ്രവർത്തിക്കാനോ അവിടെ സമയമില്ല. ആ സന്ദർഭത്തിൽ ഉന്നതങ്ങളിൽ സിംഹാസനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലതുഭാഗത്തായി കുറെ പേരാണി നിർത്തി. എന്താണ് അവരുടെ അവസ്ഥ? ഇടതുഭാഗത്തും കുറെ പേരുണ്ടാകും. എന്തായിരിക്കും അവരുടെയും അവസ്ഥ? അവരുടെയൊക്കെ വിഷയം ചോദ്യചിഹ്നം ഉയർത്തി നിൽക്കുമ്പോൾ
ഒരാശങ്കക്കും വകയില്ലാത്ത വിധം ഒരു കൂട്ടരെ മനോഹരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ അഥവാ സൂറത്തുൽ വാഖിയയിൽ ആദ്യ ഭാഗങ്ങളിൽ അവതരിപ്പിക്കുന്നത്. അസ്സാബിഖൂന അസ്സാബിഖൂൻ, മുമ്പന്മാർ തന്നെ അവരാകുന്ന ദൈവസാമീപ്യം സിദ്ധിച്ചത്. അനുഗ്രഹീതമായ ആരാമങ്ങളിൽ അവർ വസിക്കും. മുൻഗാമികളിൽ നിന്ന് വളരെ പേരുണ്ട്, എന്നാൽ പിൻഗാമികളിൽ നിന്ന് കുറച്ചു പേരും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ നമുക്ക് സാബിക്കുകളാകാൻ പറ്റും. ആരൊക്കെയാണ് ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ? എന്താണ് അവരുടെ സവിശേഷതകൾ? ഈ വിഭാഗത്തോടൊപ്പം ചേർന്ന് സ്വർഗത്തിന്റെ ഉന്നതങ്ങൾ കരസ്ഥമാക്കാൻ നമുക്ക് സാധ്യമാണോ? സാധ്യമെങ്കിൽ അതിനുവേണ്ടി നാം എന്ത് പരിശ്രമമാണ് നടത്തേണ്ടത്? ഇതെല്ലാം നാം ചിന്തിച്ച് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. പിൽക്കാലക്കാരിൽ കുറച്ചു പേർ സാബിക്കുകളായി ഉണ്ടാകുമെന്ന പരാമർശം പിൽക്കാലക്കാരായ നമ്മിൽ ചിലർക്കും സാബിക്കുകളാകാൻ അവസരമുണ്ടെന്നതിലേക്കുള്ള ഒരു സൂചനയാണ്. സൂറത്തുൽ വാഖിയയിലെ 14-ാമത്തെ ആയത്തിൽ വഖലീലും മിനൽ ആഖിരീൻ, പിന്നീടുള്ളവരിൽ നിന്ന് അല്പവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവ്വലീൻ എന്ന് പറഞ്ഞത് പൂർവ്വ സമുദായങ്ങളെ ഉദ്ദേശിച്ചും അൽ-ആഖിരീൻ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തെ ഉദ്ദേശിച്ചുമാണെന്നാണ് ഇബ്നു ജരീർ റഹിമഹുല്ലാഹ് മുതലായ ഒരു വിഭാഗം മുഫസ്സിറുകളുടെ അഭിപ്രായമെങ്കിലും ഇതേ സമുദായത്തിൽ തന്നെയുള്ള മുൻഗാമികളെയും പിൻഗാമികളെയും ഉദ്ദേശിച്ചാണ് ആദ്യത്തേതർ എന്നും പിന്നീടുള്ളവർ എന്നും പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് മുതലായ മറ്റൊരു വിഭാഗം വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. ഈ അഭിപ്രായമാണ് കൂടുതൽ നന്നായി തോന്നുന്നത്. ഏതായാലും അല്ലാഹു അഅലം. മുന്നേറിയവർ തന്നെ എന്ന് പറയുമ്പോൾ ഇഹലോകത്ത് നന്മയിൽ മുന്നേറിയവർ തന്നെയാണ് പരലോകത്തും മുന്നേറുക എന്നതാണ്. അപ്പോൾ സാബിഖൂൻ എന്നതുകൊണ്ട് ഉദ്ദേശം ചില മുഫസ്സിറുകളുടെ വീക്ഷണത്തിൽ സത്യത്തിലും സന്മാർഗത്തിലും മറ്റെല്ലാവരെക്കാളും മികച്ചു നിൽക്കുന്നവരാണെന്നാണ്. അവർ എല്ലാ സൽക്കർമ്മങ്ങളിലും മറ്റുള്ളവരെ കവച്ചു വെക്കുന്നു. റബ്ബിന്റെ വിളി എവിടെ കേട്ടാലും എല്ലാവരെക്കാളും ആദ്യം ലബ്ബൈക്ക് എന്ന് പറഞ്ഞ് ഓടിയെത്തുന്നത് അവരാണ്. ലോകത്ത് നന്മ പരത്താനും തിന്മ തടയാനും വേണ്ടി ത്യാഗപരിശ്രമങ്ങളും ആത്മാർപ്പണവും നടത്താനുള്ള ഏത് സംരംഭത്തിലും മുന്നണിയിൽ പ്രവർത്തിക്കുന്നതും അവരായിരുന്നു. ഈ അടിസ്ഥാനത്തിൽ പരലോകത്തും അവർ മുൻനിരയിൽ നിർത്തപ്പെടുന്നു. വലതുഭാഗത്ത് സജ്ജനങ്ങൾ, ഇടതുഭാഗത്ത് പാപികൾ. എല്ലാവർക്കും മുമ്പിൽ ദൈവിക സിംഹാസനത്തിനടുത്തായി സാബിക്കുക. നന്മയിൽ മറ്റെല്ലാവരെക്കാളും മുന്നേറിയവർ അവരാണ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്കറിയാമോ അന്ത്യനാളിൽ ഏറ്റവും ആദ്യമെത്തി അള്ളാഹുവിന്റെ തണലിൽ സ്ഥാനം പിടിക്കുന്നവരാരാണെന്ന്? അപ്പോൾ ആളുകൾ പറഞ്ഞു, ഏറ്റവും അറിയുന്നത് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലുമാണല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായി പറഞ്ഞു, അവർ സത്യം നൽകപ്പെട്ടാൽ സ്വീകരിക്കുന്നവരും ചോദിക്കപ്പെട്ടാൽ നിർവഹിച്ചു കൊടുക്കുന്നവരും മറ്റുള്ളവരുടെ കാര്യത്തിൽ വിധികർത്താവാക്കപ്പെട്ടാൽ തങ്ങൾക്ക് വേണ്ടി തന്നെ വിധി പറയുന്നത് പോലെ വിധി പറയുന്നവരുമാകും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മുന്നേറിയവർ ആരാണെന്നത് വ്യക്തമാണ്. എന്നാൽ ചില അടിസ്ഥാന സവിശേഷതകൾ കൈമുതലാക്കിയ ആളുകൾക്കാണ് സാബിക്കുകളാകാൻ സാധിക്കുക എന്ന് ഖുർആൻ തന്നെ പറയുന്നു. കാരണം നന്മയിൽ മുന്നേറാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിലും അവന്റെ ആയത്തുകളിലും പരലോകത്തിലും അചഞ്ചലമായ വിശ്വാസം അവനുണ്ടായെത്തി. നിശ്ചയമായും റബ്ബിനോടുള്ള ഭക്തിയാൽ ജീവിക്കുന്നവരാണവർ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽ ഉറച്ച വിശ്വാസമുള്ളവർ. ആ റബ്ബിന് പങ്കാളികൾ ആരെയും കൽപ്പിക്കാത്തവരാണവർ. ആ റബ്ബിങ്കലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാണല്ലോ എന്ന ഒരു വിചാരത്താൽ മനസ്സ് വിറച്ചുകൊണ്ട് ദാനം ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവർ മാത്രമാകുന്നു നന്മകളിൽ ജാഗ്രതയുള്ളവരും അവയെ പ്രാപിക്കുന്നതിൽ മുന്നേറുന്നവരും. ആ സാബിക്കുകളുടെ ഇടയിൽ നമുക്കും ഒരു ഇടം കിട്ടാൻ, സത്യത്തിലും സന്മാർഗത്തിലും മുന്നേറുന്നവരുടെ മുന്നണിയിൽ ചേരാൻ നാം ഇടം കണ്ടെത്തേണ്ടത് പരിശുദ്ധ ഖുർആനിൽ നിന്നാണ്. ഉപഭോഗ സംസ്കാരത്തിന്റെ പളപളപ്പിൽ മതിമറന്ന് ദുരമൂത്ത് ദുനിയാവിലെ നൈമിഷികമായ ജീവിതത്തിനു വേണ്ടി പാരത്രികമായ ശാശ്വത ജീവിതത്തെ നാം നശിപ്പിച്ചു കളയരുത്. ഖുർആനെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും
തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. For more updates from Misal Media, please subscribe to this channel and press the bell icon. Jazakumullahu khairan.